ഒന്ന് ഈ വിവാദത്തെ വലിയ കഴമ്പുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് എന്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഓരോ ദിവസവും 15 മുതൽ 20 വരെ വീഡിയോ. എനിക്കേറ്റ മുറിവുകൾ സ്വയമേ മരുന്ന് വെച്ച് ആരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നവരാണ്. മുന്നോട്ടൊരു വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനെ, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്തൊരു കൈക്കുഞ്ഞായി. ഈ തലങ്ങളൊന്നുമല്ല ഞങ്ങൾ പിരിയാനുള്ള കാരണം, മനസ്സിലായി. അത് മറ്റു ചില തലങ്ങളാണ്. ദയവ് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സജ്ന ഫിറോസിന്റെയും റസൂൽ പൂക്കുട്ടിയുടെയും ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. അതിന് വഴിയൊരുക്കിയത് മറ്റാരുമല്ല, സജ്ന ഫിറോസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിരുന്നു. അതായത് ആ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അതായത് താൻ ഗർഭിണിയാണ്, അതിൻ്റെ കൂടെ റസൂൽ പൂക്കുട്ടിയും സജ്ന ഫിറോസും നിൽക്കുന്ന ഒരു ഫോട്ടോയും വെച്ച്. അങ്ങനെയുള്ളപ്പോൾ ആരായാലും തെറ്റിദ്ധരിക്കും. പകുതി പേര് അനുകൂലമായിട്ടും പകുതി പേര് എതിർത്തും സംസാരിച്ചിരുന്നു. കുറേ പേരൊക്കെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. പലരും അഭിനന്ദനങ്ങളാണ് കൂടുതലും നൽകിയത്. എന്നാൽ ഇപ്പോൾ ആ പോസ്റ്റ് അവിടെ കാണുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, സജ്ന ഫിറോസ് ഇപ്പോൾ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഹാക്ക് ചെയ്യപ്പെട്ടു, ആരോ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ ഒരു പോസ്റ്റ് ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു അറിവുമില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയത്തുമില്ല, എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കയറാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോഴാണ് ആ അക്കൗണ്ട് വീണ്ടെടുത്തത്. അതിനുശേഷം ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇത് മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തെന്നാണ് സജ്ന ഫിറോസ് പറയുന്നത്. എന്തായാലും സജ്ന ഫിറോസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് കൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. ഇവിടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വേഗം അത് തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ അവിടെ സംശയം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ ഫോട്ടോയാണ് ആ പോസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അതായത് റസൂൽ പൂക്കുട്ടിയും സജ്നയും കൂടെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ആയിരുന്നു അതിനകത്തുള്ളത്. എങ്കിൽ ആ ഫോട്ടോ അയാൾക്ക് എവിടുന്ന് കിട്ടി? ഈ ഹാക്ക് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ ആ ഫോട്ടോ കാണത്തില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ആ ഫോട്ടോ എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇങ്ങനൊരു പോസ്റ്റ് സജ്ന ഫിറോസിൻ്റെ ഐഡിയയിൽ കണ്ടു തുടങ്ങിയിട്ട് കുറേ നേരമായി. എന്നിട്ടും എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തില്ല? എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു, ഈ രീതിയിലുള്ള പോസ്റ്റുകളൊന്നും ഞാൻ ഇട്ടതല്ല, അതെൻ്റെ അറിവോടുകൂടിയുള്ളതല്ല, എന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം പലരും ചെയ്തു കൂട്ടുന്നതാണ്, ഇതിൽ ആരെയും കരുവാരി തേക്കരുത് എന്ന രീതിയിൽ ഒരു വീഡിയോ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നെങ്കിൽ ഇത് ഇത്രയും ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഇത് ഫേക്ക് ആണെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ സജ്ന അങ്ങനൊരു വീഡിയോ ഇട്ടില്ല. അവിടെ സജ്നയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതായിരിക്കും സജ്ന പറയുന്നത്. എന്നിരുന്നാലും മറ്റാർക്കെങ്കിലും ആ വീഡിയോ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് പോകത്തില്ലായിരുന്നു. അവിടെയൊക്കെ എന്തുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പല കമൻസിലും പറയുന്നത് സജ്നയുടെ ഇൻസ്റ്റാഗ്രാം ID ഹാക്ക് ചെയ്യപ്പെട്ടില്ല, അത് കളവാണ്, എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണ് എന്ന തരത്തിലോട്ടും പലരും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി സത്യം എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ സജ്ന പറയുന്നത് തന്നെയായിരിക്കും സത്യം. എന്തായാലും കുറേ ഡൗട്ടുകളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനൊരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് അല്ല, ഇതിനൊക്കെ തുടക്കം കുറിച്ചതും സജ്ന തന്നെയാണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ആദ്യം ഇട്ടതും സജ്ന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത് അറിഞ്ഞതും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയതും. ഒരുപക്ഷെ സജ്നയും ഫിറോസും ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് നിങ്ങൾ രണ്ടും മ്യൂച്വലി എടുത്ത തീരുമാനമാണ്, ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ആ വിഷയം ക്ലോസ് ചെയ്തതാണ്. എന്നാൽ പിന്നീട് ഇത് ചർച്ചാ വിഷയമായത് സജ്നയുടെ ചില പോസ്റ്റുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ആളുകൾ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണെന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്നാലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം സജ്ന തന്നെ കുറച്ചു നാൾ മുമ്പ് പറഞ്ഞിരുന്നു, ഫിറോസ് ഖാൻ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അതിര് കടന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊരു തരത്തിൽ സജ്ന ഫിറോസ് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്തതും ഫിറോസ് ഖാൻ ആണെന്നാണ്.
അവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഒരു തെളിവുമില്ലാതെ അയാളുടെ മേൽ പഴിചാരുന്നത് ശരിയായുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രം ബ്ലെയിം ചെയ്യുന്നതായിരിക്കും നല്ലത്. കേസ് വഴി തന്നെ മൂവ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? ഒന്ന് സജിനയും ഒന്ന് ഫിറോസുമാണ്. ഇവിടെ ആരും അനാവശ്യമായിട്ട് ചർച്ച ചെയ്തല്ല. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലോട്ട് ഇക്കാര്യം എടുത്തിട്ടിട്ട് അത് ജനങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചതാണ്. അല്ലാതെ ആരും വന്ന് കണ്ടുപിടിച്ചതൊന്നുമല്ല ഈ ബന്ധം. സജിനയും സജിനയുടെ മുൻ ഭർത്താവായ ഫിറോസും ചേർന്നാണ് ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങിയത്. അപ്പോൾ മാത്രമാണ് ഇത് ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അല്ലാത്ത പക്ഷം ഫിറോസും സജിനയും ഡിവോഴ്സ് ആയി എന്ന തരത്തിലായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ജനങ്ങളുടെ പ്രതികരണം വരുമ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലുമല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. അത് നല്ല കാര്യം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള കാര്യം. ഇനി ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ അവമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് വെക്കാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം ആദ്യം ഒരു ജീവിതം ഉണ്ടായിരുന്നു, അത് പോയി. പിന്നീട് രണ്ടാമത് പുതിയൊരാൾ ജീവിതത്തിലോട്ട് വന്നു, അതും പോയി. ഇനി മൂന്നാമതൊരാൾ വരുമോ എന്ന് അറിയത്തില്ല. ഇവിടേക്ക് ആ കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം. ആരാണ് ഹാക്ക് ചെയ്തത് അയാളെ പിടിക്കുകയും ചെയ്യണം. ഇതുപോലായിരുന്നു നേരത്തെ ഒരു മൈനർ കേസൊക്കെ ആയിട്ട് സജിന ഫിറോസ് വന്നത്. ഇപ്പം ഞാൻ കേസ് കൊടുക്കും, ഞാൻ അയാളെ പിടിക്കും, പൊക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഒരറിയിപ്പില്ലായിരുന്നു. അതുപോലെ ആകുമോ ഈ കേസൊന്നും എനിക്കറിയില്ല. എന്തായാലും ഹാക്ക് ചെയ്തതാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേസ് കൊടുക്കണം. ചുമ്മാ എന്നെ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇത് ആരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇത് ആരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫായിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വിശ്വസിക്കുക. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തിലും ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ഇത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എൻ്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിൻ്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. കേസ് വഴി തന്നെ മൂവ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. ഇവിടെ സജിനയുടെ അക്കൗണ്ട് പല അക്കൗണ്ടിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ മാത്രം ഒന്ന് നിരീക്ഷിച്ച് ചെക്ക് ചെയ്താൽ മതി. ആരാണ് ഹാക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. ഇവിടേക്ക് എടുത്തു പറയേണ്ടത് സജിനയുടെ ഫോണും ഹാക്ക് ചെയ്തോ എന്നുള്ളതാണ്. കാരണം പേഴ്സണലായിട്ട് കിടക്കുന്ന ഫോട്ടോയൊക്കെ എങ്ങനെ അവർക്ക് കിട്ടി, അതൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കേസുമായിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യമായിട്ട് വരും. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ അവമാനിക്കപ്പെടുന്നത് റസൂൽ പൂക്കുട്ടി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേരാണ് വലിച്ചിഴക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഏതോ ഒരു സമയത്ത് തോന്നിയ ഒരു അബദ്ധമായിരിക്കാം അദ്ദേഹത്തിനെ ഈ കുരുക്കിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത്. അവിടെയൊക്കെ റസൂൽ പൂക്കുട്ടി അതൊക്കെ ബാധിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തായാലും തീർച്ചയായിട്ടും രംഗത്ത് വന്നേനെ. എന്നാൽ അവിടെയൊക്കെ എടുത്തു പറയേണ്ടത് റസൂൽ പൂക്കുട്ടി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്, ആരാണ് റസൂൽ പൂക്കുട്ടിയെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിൽ റസൂൽ പൂക്കുട്ടി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ റസൂൽ പൂക്കുട്ടി അതിനൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, അല്ലെങ്കിൽ അവിടെ ഏതുവരെ ശാസിക്കണം, എന്താണ് അവരോട് പറയേണ്ടത്, ഓരോ ലെവലിൽ കഴിഞ്ഞു പോകുമ്പോൾ ഇത്രയൊക്കെ കുട്ടികളെക്കുറിച്ച് ചിന്തയുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇങ്ങനൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുമോ എന്നുള്ളത് പലരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. അവിടെയാണ് പലരും പറയുന്നത് ഹണി ട്രാപ്പാണ്, റസൂൽ പൂക്കുട്ടിയെ കുടുക്കിയതാണ്, പണം തട്ടാനാണ്, 3 കോടി എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം വ്യാപകമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ്.
അവിടെയൊക്കെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലോ അത് തെറ്റാണെന്ന് പറയാൻ കഴിയത്തില്ല. പിന്നെ എടുത്തു പറയേണ്ടത് വളർന്നു വന്ന സംസ്കാരം. അതിനെ ഊന്നി പലരും പറയുകയാണെങ്കിൽ ഇതിനെ തെറ്റായിട്ട് കാണുന്നവരും കാണുമായിരിക്കും. അവിടെയൊക്കെ ഓർക്കേണ്ടത് 2 പേർക്കും 2 ഫാമിലി ഉണ്ട്. റസൂൽ പൂക്കുട്ടിക്ക് 2 കുട്ടികളുണ്ട്, ഒരു ഭാര്യയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതൊരു ചർച്ചാ വിഷയമാവും എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ റസൂൽ പൂക്കുട്ടി ഇതിനെതിരെ ഒരു വാക്ക് പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി, അവരൊക്കെ ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടേക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമേ തുറന്നു പറഞ്ഞത് ഫിറോസ് ഖാൻ ആയിരുന്നു. പക്ഷേ ഫിറോസ് ഖാനേരെ സജിനെ ഒരു വീഡിയോ ചെയ്തതിനെ തുടർന്ന് പിന്നീട് ഫിറോസ് ഖാനെ കാണാനേ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം അവിടെയൊക്കെ നല്ല ആരോപണങ്ങളായിരുന്നു ഫിറോസ് ഖാനേരെ സജിന പറഞ്ഞത്. അതും മൈനറായിട്ടുള്ള പെൺകുട്ടി പീഡിപ്പിച്ചു, പല പ്രാവശ്യം പല പെൺകുട്ടികളുമായിട്ട് അവിഹിതം എന്നുള്ള രീതിയിലുള്ള കഥകളായിരുന്നു സജിന പറഞ്ഞത്. അതും ഇതുവരെയൊക്കെ സജിന ഇക്കാര്യമൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ ചർച്ച വന്നപ്പോൾ ഇത് പറയാൻ തുടങ്ങിയത് ഫിറോസ് ഖാനെ അടിച്ചൊതുക്കാനാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് സംശയമാണെന്നല്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫിറോസ് ഖാനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ മുത്തച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യാത്ത കാര്യം പക്ഷേ അവരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പം അവർ നമ്മളെക്കാൾ പ്രായമുള്ളത് കൊണ്ടും അനുഭവ സമ്പത്തുള്ളത് കൊണ്ടും അവർ പ്രത്യേകമായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും. അതില്ലാത്തതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പല സമയങ്ങളിലും എസ്പെഷ്യലി നമ്മൾ കോവിഡൊക്കെ ഉണ്ടായപ്പോഴും മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വീട്ടിലിരിക്കുകയാണ്, ഡിവൈസിലിരിക്കുകയാണ്, 2 വർഷത്തോളം അങ്ങനെ പോയി. അവൻ ഈ കോവിഡ് ബാച്ച് എക്സാം എഴുതിയിട്ടില്ല 10ൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ഇവിടെ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുക എന്നുള്ളത്. അത് ശരിയാണ്, ഇനിയാണ് പാട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അതിനി ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ മക്കൾക്കും അത് ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരാരുടെയൊക്കെ ചോദ്യത്തിന് ആൻസർ പറയണം എന്നുള്ളതും കൂടി ഓർക്കേണ്ടതാണ്. ആ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക് പേടിക്കാനില്ല. അല്ലാത്ത പക്ഷം ഇതെങ്ങനെ പോകുമെന്നൊന്നും അറിയത്തില്ല. ആ നിലയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വൈറൽ ഞാൻ മാത്രമല്ല, കാരണം കുറേ പേരുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് 3ാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. ഇവിടെ സജിന എപ്പോഴും സ്ഥാപിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സജിന ഫിറോസ് ഡിവോഴ്സിന് കാരണം റസൂൽ പൂക്കുട്ടി അല്ല. അത് മാത്രമാണ് സജിന ഫിറോസിന് പ്രശ്നമുള്ളത്. അല്ലാത്ത പക്ഷം ഇവർ തമ്മിൽ ബന്ധമില്ലെന്നൊന്നും സജിന ഫിറോസ് പറയുന്നില്ല. അവരെ തമ്മിൽ മോശമായിട്ട് പറയുന്നതിനെക്കുറിച്ചും സജിനയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ ഫിറോസുമായിട്ട് തെറ്റിപ്പിടിയാൻ കാരണം റസൂൽ പൂക്കുട്ടി അല്ല എന്നുള്ളതാണ് സജിന ഉറപ്പിച്ച് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിറോസ് 6 വർഷം എന്നൊക്കെ പറഞ്ഞപ്പം സജിന ഫിറോസ് വീഡിയോയുമായിട്ട് രംഗത്ത് വന്നത്. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ് അയാൾ മണ്ടനാണ്. ഇപ്പം എന്തായാലും ഫിറോസിൻ്റെ അവസ്ഥ മണ്ടൻ്റെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിറകെ ഫിറോസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ തന്നെ സജിന നല്ല രീതിയിൽ അങ്ങ് അറ്റാക്ക് ചെയ്ത് ആളിനി വീഡിയോയുമായിട്ട് വരാത്ത അവസ്ഥയിലേക്ക് ആക്കി വെച്ചിരുന്നു. ആ രീതിയിൽ തന്നെയാണ് സജിന പല കാര്യങ്ങളും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫിറോസ് ഇനി വീഡിയോയുമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ, ഇന്നയാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശം. അതിനെ മോശമൊന്നും പറയാൻ കഴിയത്തില്ല. ആളുകൾ അങ്ങനെയും ചിന്തിക്കാം. കാരണം ഇങ്ങനെയുള്ള ഡിവോഴ്സ് കേസൊക്കെ വരുമ്പോൾ പലരും ഒരു കാരണം കണ്ടെത്തും, അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും അന്വേഷിക്കത്തൊന്നുമില്ല. ഇനി സത്യമുണ്ടെങ്കിൽ തന്നെ സത്യം പുറത്തു വന്നാലും പലരും വിശ്വസിക്കണമെന്നുമില്ല. കാരണം അവർ വളർന്നു വന്ന സംസ്കാരം അങ്ങനെയാണ്. ആ സംസ്കാരത്തിൽ നിന്ന് തന്നെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. ഇതൊക്കെ എന്ന് എടുത്ത് കളയുന്നു അന്ന് മാത്രമായിരിക്കും മനുഷ്യനെ മനസ്സിലാക്കുന്നത്. ഇവിടെ സജിന ഫിറോസ് പുതിയൊരാളെ കണ്ടുപിടിച്ചതിന് കുറ്റമൊന്നും ആരും പറയണ്ട. അത് അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സ്. അവർക്കിഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാം, അത്രമാത്രം. നിങ്ങൾക്ക് എന്താണോ ഭാരതത്തിൻ്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്തായാലും ഭാരതത്തിൻ്റെ സംസ്കാരമൊക്കെ പഠിച്ച റസൂൽ പൂക്കുട്ടിച്ചേട്ടന് ഈ അവസ്ഥ വരുമെന്ന് നമ്മളും കരുതിയല്ല. കുടുംബത്ത് തന്നെ പ്രശ്നമുണ്ട് എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കും. എന്താണ് നിങ്ങളെന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയുന്നത്, കാരണം നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കല മാറ്റണം എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്താണ് ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട്? ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സമയം കൊടുക്കണം കലാസ്വാദനത്തിന്. കഥകളി എടുത്തോ, ഭരതനാട്യം എടുത്തോ, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എടുത്തോ,
നിങ്ങൾ എഫേർട്ട് എടുത്ത് അതിൽ എൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ആസ്വാദനം വരുള്ളൂ. സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കുന്നേ കൊള്ളാം, പക്ഷേ അതൊക്കെ പോയി വലിയ കുഴപ്പങ്ങളിലേക്ക് എത്താതിരുന്നാൽ അത്രയും നല്ലത്. എന്തായാലും സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ ഒരു ഗതി വന്നത്. അവിടെയൊക്കെ സജനയുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലൈഫിൽ ഒരു കുട്ടി, പിന്നെ രണ്ടാമത്തെ ലൈഫിൽ മറ്റൊരു കുട്ടി, ഇനിയൊരു പങ്കാളി കൂടെ ആകുമ്പോൾ അടുത്ത കുട്ടി. ആ കുട്ടികൾക്കും അതിൻ്റേതായ മാനസിക പ്രശ്നങ്ങൾ കാണുകയും ചെയ്യും. ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ സംസ്കാരമായിട്ട് യോജിച്ച് പോകാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം സജിനെ ഇത്രയും പഴിയേക്കേണ്ടിയും വരുന്നത്. എനിക്ക് മുന്നോട്ടൊരു വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനായി, അതിനകത്ത് ഒരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു ഒരു ഒരു പിടുത്തവുമില്ല. എൻ്റെ മുന്നിലോട്ട് എന്താണെന്നുള്ളത് എനിക്കൊരു രംഗമില്ല. എൻ്റെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ആൾക്കാർ ഇനി രണ്ടാമതും ഇങ്ങനെ വരുമ്പം നമ്മളെക്കുറിച്ച് നമ്മൾ അന്നത്തെ ഒരു നാട്ടുമ്പുറത്തുകാരി പോലെ ആണല്ലോ. ഇവിടെ നാട്ടുകാരെ കുറിച്ച് പറയുന്നു, വീട്ടുകാരെ കുറിച്ച് പറയുന്നു, അവരെ ഭയന്ന് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിൽ പോയി തലയിടുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പേടിയുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതും ചോദ്യമായിട്ട് വരികയും ചെയ്യും. അവിടെയൊക്കെ ഒന്നിൽ പിടിച്ചു, പിന്നീട് രണ്ടാമതായി, ആ രണ്ടിലും പിഴവ് പറ്റി, ഇനി മൂന്നിൽ എത്തിച്ചേർന്ന് ഈ മൂന്നിലും പിഴവ് പറ്റുമോ എന്നുള്ളതാണ് പലർക്കും സംശയം. ഒരുപക്ഷെ സജിന ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാലും നമ്മുടെ സൊസൈറ്റി അത് അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളത് വേണം എടുത്തു പറയാൻ. തീർച്ചയായിട്ടും നാട്ടുകാർ പറയുന്നത് ഇനി അടുത്ത ലൈഫിലും എന്തെങ്കിലും ആയി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പം ആൾക്കാർ പറയാൻ പോകുന്നത് എന്നെ ആയിരിക്കും, ഞാൻ എൻ്റെ കാരണം കാണാണ് രണ്ടാമതും ലൈഫ് ഇങ്ങനെ ആൾക്കാർ പറയും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് സഹിച്ച് പിന്നെയും കുറേ ശ്രമിച്ചു, പിന്നെയും കാലുപിടുത്തവും കരച്ചിലും, പിന്നെയും പൊക്കുന്നു, പിന്നെയും കരയുന്നു, പിന്നെയും പുറകുന്നു. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു ബ്രേക്കപ്പ്, വലിയൊരു ബ്രേക്കപ്പ് ആവുന്നു. ഒരു 6 months ഞങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നു, പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആയപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ വർക്കിന് ഇതെല്ലാം പറഞ്ഞു പോകുന്നത് എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് ദൈവമായിട്ടാണ് ഓരോ കാര്യം, ഇവന്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിനിവനെ ഞാൻ ഇതാക്കണം? എൻ്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരാൾ ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇല്ലാത്തൊരു കഥ പ്രചരിപ്പിച്ചു എന്ന രീതിയിലാണ് സജന ഫിറോസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ആ പോസ്റ്റ് ഇട്ടതിൽ തനിക്ക് ഒരു ബന്ധവുമില്ല, അത് തൻ്റെ അറിവോടുകൂടിയോ സമ്മതത്തോടു കൂടിയോ ഇട്ട പോസ്റ്റല്ല, ആരോ ഹാക്ക് ചെയ്തത് എന്നാണ് സജന ഫിറോസ് പറഞ്ഞു വയ്ക്കുന്നത്. ഇത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. സജന എന്തായാലും കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേസ് കൊടുക്കട്ടെ, ആ ഹാക്കറെ കണ്ടുപിടിക്കട്ടെ. ആ ഹാക്കർ ആരാണെന്ന് ജനങ്ങൾക്കും അറിയേണ്ടതുണ്ട്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.